ഹായ് നമസ്കാരം, ഞാൻ അഞ്ജന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക പ്രശസ്തനായ ജെയിംസ് ക്ലിയർ എന്ന വ്യക്തിയുടെ 1 കോടിയിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകമാണ് അറ്റോമിക് ഹാബിറ്റ്സ്. നമ്മുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ സഹായിക്കുന്ന ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. എത്ര തന്നെ വലിയ മഹത് ഗ്രന്ഥങ്ങളാണെങ്കിലും അത് വായിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ വളരെ ചെറുതായിട്ടാണെങ്കിലും ആ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഇന്റർനാഷണൽ ബെസ്റ്റ് സെല്ലറാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ചെറിയ ചെറിയ ശീലങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നത്? നമുക്കെല്ലാവർക്കും പലപ്പോഴും വലിയ വലിയ ലക്ഷ്യങ്ങളാണല്ലോ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന, അതായത് ഒറ്റയടിക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വലിയൊരു മാറ്റമാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന, ദിവസേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരിക്കലും നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്നില്ല. നമ്മളിപ്പോൾ തടി കുറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ 2-3 മാസം എക്സസൈസും അതേപോലെ ഡയറ്റും ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പതിയെ ശരീരം മെലിയുന്നത് കാത്തിരിക്കാനുള്ള ക്ഷമ നമ്മളിൽ പലരും കാണിക്കാറില്ല. അതുകൊണ്ട് തന്നെ മെലിയുക എന്നുള്ള ലക്ഷ്യം പലരും പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുന്നു. ചെറിയ ചെറിയ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. ഇതിനൊരു എക്സാമ്പിളൂടെ പറയുകയാണെങ്കിൽ, ഒരു LD ക്ലർക്കിന് തയ്യാറാകുന്ന ഒരു വിദ്യാർത്ഥി 1000 പേജുള്ള പുതിയൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. 1000 പേജുള്ള റാങ്ക് ഫയൽ നോക്കിയിട്ട് എന്റെ ദൈവമേ, ഈ റാങ്ക് ഫയൽ മൊത്തം ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കും എന്നുള്ള ചിന്ത പല വിദ്യാർത്ഥികളിലും ഉണ്ടാകും. എന്നാൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 പേജ് ആ ഒരു വിദ്യാർത്ഥി ആ റാങ്ക് ഫയൽ പഠിക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് ആ റാങ്ക് ഫയൽ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെയൊക്കെ പലപ്പോഴുള്ള ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനും സിനിമയിലൊക്കെ പോലെ ഒരൊറ്റ തവണ നമ്മളൊന്ന് മറിച്ച് നോക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നമുക്ക് ബൈഹാർട്ട് ആവണം, അല്ലെങ്കിൽ എല്ലാം എനിക്ക് ഒറ്റയടിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് പലരിലും കൂടുതലായിട്ടുള്ളത്. അതായത് എല്ലായ്പ്പോഴും വലിയ മാറ്റങ്ങളെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 1% മാറ്റത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. അതിന്റെ കാരണം 1% ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ആ 1% ഉണ്ടാകുന്ന മാറ്റം കാലങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്ന വലിയ അത്ഭുതകരമായ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും യാഥാർത്ഥ്യം. ചെറിയ ഒരു മാറ്റം കാലങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വ്യത്യാസം വളരെ അത്ഭുതകരമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഓരോ ദിവസവും 1% നമുക്ക് മികച്ചതാവാൻ സാധിച്ചാൽ 1 വർഷത്തിനുള്ളിൽ നമുക്ക് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കും. എന്നാൽ ഓരോ ദിവസവും നെഗറ്റീവായ ശീലങ്ങളിലൂടെ നമ്മൾ മോശമായി കഴിഞ്ഞാൽ 1 വർഷമാകുമ്പോൾ നമ്മൾ 0-ത്തിലെത്തിയിരിക്കും. കൂട്ടുപലിശയിലൂടെ പണം ഇരട്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ദിവസേനയുള്ള നമ്മുടെ ശീലങ്ങൾ കൂട്ടുപലിശയായിട്ട് നമ്മളെ വളരെ വേഗം ലക്ഷ്യത്തിലെത്തിക്കുന്നു. ദിവസേന നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ മാസങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ അവിശ്വസനീയമാണ്. 2, 5, 10 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഉയർച്ചകളും മോശം ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ തകർച്ചകളും നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പം നമ്മൾ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ 2-3 ദിവസം നമ്മൾ പണം കൂട്ടിവെച്ചു എന്ന് കരുതി കോടീശ്വരനാവാൻ പോകുന്നില്ല. ഇതുപോലെ തന്നെ 10-100 കിലോ ഉള്ള ഒരാള് ഒരു 2 ദിവസം കൊണ്ട് ജിമ്മ് പോയിട്ട് 50 കിലോ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ പെട്ടെന്ന് കാണാൻ സാധിക്കാത്തതിനാൽ പലരും പുതിയ ശീലങ്ങൾ ഉപേക്ഷിച്ച് പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് മിക്കവാറും ചെയ്യാറ്. എന്നാൽ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് ഇരുന്ന് നോക്കൂ. അതായത് നിങ്ങൾ ഈ സ്വരുക്കൂട്ടി വെക്കുന്ന പണം 1-2 ദിവസമല്ല, 2-3 വർഷം കഴിയുമ്പോൾ അത് കോടികളാകും. അതേപോലെ തന്നെ നമ്മൾ ഒരു 100 കിലോയിൽ നിന്ന് 50 കിലോയിലേക്ക് കുറയണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഒരു 3 മാസം വളരെ കറക്റ്റായിട്ട്, ഏറിപ്പോയാൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് തന്നെ അവർക്ക് 50 കിലോയിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാനാണ് വളരെ ബുദ്ധിമുട്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസേന ഒരു ചെറിയ തെറ്റ് ആവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ചെറിയ തെറ്റ് കാലങ്ങൾ കഴിയുമ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന അറ്റോമിക് ആയിട്ടുള്ള നമ്മുടെ ഹാബിറ്റ്സിന്റെ ആകെ തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഈ നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല കാര്യങ്ങളാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ കൂടുതൽ ചെയ്യുന്നത് എന്ന്. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏത് അവസ്ഥയിലാണെന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങളൊരു പക്ഷേ ഈ ഒരു നിമിഷത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ശീലങ്ങൾ പലതും മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ നെഗറ്റീവായ ശീലങ്ങളും നമ്മൾ ദിവസവും ചെയ്യുന്ന പോസിറ്റീവായ ശീലങ്ങളും നമ്മൾ കണ്ടെത്തുക. അതിൽ നെഗറ്റീവിനെ നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരിക. അതിന് പകരം പോസിറ്റീവായിട്ടുള്ള ഒരു ശീലമെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുകൊണ്ട് ഇപ്പോഴുള്ള അവസ്ഥയിൽ തളരാതെ വളരെ ധൈര്യത്തോടെ നമ്മുടെ ശീലങ്ങളെ നന്നായിട്ട് പരിശോധിക്കുക. എന്നിട്ട് അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ശീലങ്ങളാണോ നമ്മളെ തളർത്തുന്ന ശീലങ്ങളാണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.